പാകിസ്ഥാന്റെ റാവൽപിണ്ടിയിലുള്ള അവരുടെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാൻ പോകുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് റാവൽപിണ്ടിയിലുള്ള ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് സുരക്ഷിതമല്ല, ഇസ്ലാമാബാദിലേക്ക് മാറ്റണം. അതായത് സൈന്യാധിപനായ അസിം മുനീറിന് പോലും അവിടെ ആ സ്ഥാപനം അല്ലെങ്കിൽ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്നതിൽ വിശ്വാസമില്ല. അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അതുപോലെ തന്നെ അസിം മുനീറും ഒക്കെ തീരുമാനമെടുത്തു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് നമുക്കറിയാം ഈ റാവൽപിണ്ടിയിലെ ഈ ബേസിലേക്കാണ്, അല്ല ഈ ബേസ് മേഖലയിലേക്കാണ് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടം സുരക്ഷിതമല്ല എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. ഇപ്പം നൂർഖാൻ എയർപോർട്ടുണ്ട്. നൂർഖാൻ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമായ ബേസാണ്. VVIPകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്നാണ് യാത്ര പോകുന്നത്, അവിടേക്കാണ് വന്നിറങ്ങുന്നത്. മാത്രമല്ല പാക് തലസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ എയർ ബേസിന് ഒരുപാട് തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട്. ഈ എയർ ബേസിലാണ് നമ്മൾ കൃത്യമായ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ ഏതാണ്ട് 18 അടി വരെ താഴ്ചയുള്ള വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു, റൺവേകൾ തകർന്നു, സിഗ്നലിംഗ് സംവിധാനത്തെ ഇല്ലാതാക്കി. എന്ന് പറഞ്ഞാൽ ഇനി ഇത്തരത്തിലൊരു ആക്രമണമോ മറ്റോ ഉണ്ടായാൽ ഹെഡ്ക്വാർട്ടേഴ്സിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാം, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരും തുടരെ പറയുകയാണ്. ഈ അടുത്താണ് പ്രധാനമന്ത്രി ഗുജറാത്തിലെ ഭുജ് എന്ന് പറയുന്ന എയർബേസിലേക്ക് എത്തിയത്. അവിടെ നിന്നാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചത്. ഏതാണ്ട് 15 മിസൈലുകൾ പ്രയോഗിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ രാജ്നാഥ് സിംഗ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം അവസാനിച്ചിട്ടില്ല, ഞങ്ങൾ കൃത്യമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കും, ഇനി ഞങ്ങൾക്കെതിരെ ഒരു പ്രകോപനം പോലും ഉണ്ടാകരുത്. അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ തന്നെ ആശങ്കയുണ്ടായിരുന്നു, അതെല്ലാം നീക്കുകയാണ്. ഇനി ഇന്ത്യ ചെയ്ത ചില തന്ത്രപരമായ നീക്കങ്ങളാണ് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തകർത്തത്. അതായത് നമ്മൾ മോക്ക് ഡ്രില്ല് നടത്താൻ പോകുന്നുവെന്ന് വ്യാപകമായ ഒരു പ്രചരണമൊക്കെ നടത്തി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം അതിന് സജ്ജമാകണമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളായ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ ഒപ്പം മറ്റ് 300ഓളം സ്ഥലങ്ങളിൽ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു. ആ സമയത്താണ് ഇന്ത്യ ഒരു ഡമ്മി വിമാനം പാകിസ്ഥാനെ ലക്ഷ്യമാക്കി അയച്ചത്. ഈ സമയത്ത് വളരെ കെയർഫുള്ളായിരുന്ന പാക് ആർമി നമ്മുടെ ഡമ്മി വിമാനത്തിന് പിറകെ പോകുന്നു. ഒപ്പം അവർ ഡ്രോണുകൾ ധാരാളമായി അയച്ചു. സത്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഡമ്മി വിമാനം അയക്കുന്നത്, അത് നമ്മുടെ ഒരു ഡ്രോൺ ആണ്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എവിടെ നിന്നാണ് അറ്റാക്ക് വരുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കൃത്യമായിട്ട് ആ വലയിൽ പാകിസ്ഥാൻ വന്ന് വീണു. അവർ തുടർച്ചയായിട്ട് മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം ഒക്കെ നടത്തി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എവിടെയാണ് പാകിസ്ഥാൻ ആക്രമണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം, എവിടെ നിന്നാണ് അവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ വലിയ പ്രത്യാക്രമണം നടത്തുകയും അവിടുത്തെ എയർ ബേസുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തന്ത്രപരമായ ഒരു നീക്കം നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാന് കുറച്ചുകൂടെ മേധാവിത്വമോ അല്ലെങ്കിൽ മുൻതൂക്കമോ ഒക്കെ ലഭിച്ചേനെ. അതുണ്ടാകാതിരിക്കാൻ കൃത്യമായ നീക്കം ഇന്ത്യ നടത്തി. മാത്രമല്ല 600, നേരത്തെ നമ്മൾ കേട്ടത് 300-400 ഡ്രോണുകൾ വരെ അവർ ഉപയോഗിച്ചു. അങ്ങനെയല്ല, 600ഓളം ഡ്രോണുകളാണ് ഇന്ത്യയുടെ തന്ത്രത്തിൽ വീണ് അവർ അയച്ചത്. അപ്പോൾ S-400 പോലെയുള്ള അല്ലെങ്കിൽ ആകാശ് പോലെയുള്ള മിസൈലുകളെ മാറ്റി നിർത്തി. അതായത് ഈ വ്യോമ പ്രതിരോധം കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. ഇത് ഇപ്പുറത്തേക്ക് മാറ്റി നിർത്തി ഭാർഗവാസ്ത്രം എന്ന് പറയുന്നത് പോലെയുള്ള ചെറിയ മിസൈലുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് 2.5 കിലോമീറ്റർ ദൂരത്ത് വരെ നമ്മൾ ഈ ഡ്രോണുകളെ അടിച്ചിടുന്ന രീതിയിലുള്ള അറ്റാക്ക് നടത്തി. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ആയുധങ്ങളും ലഹരിയും ഒക്കെ കടത്താൻ ഉപയോഗിക്കുന്ന ചെറിയ ഡ്രോണുകൾ മുതൽ ചൈന കൊടുത്ത ഏറ്റവും അത്യന്താധുനിക ഡ്രോണുകൾ വരെ നമുക്ക് നേരെ പ്രയോഗിച്ചു. ഇതിനെല്ലാം നമ്മൾ തകർത്ത് കളഞ്ഞു. മാത്രമല്ല ഇപ്പോൾ റാവൽപിണ്ടിയിൽ ഇവരുടെ ആസ്ഥാനം മാറ്റുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ഈ ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതമാണ് നമ്മൾ ലോകത്തിന് മുന്നിൽ തെളിവ് നിരത്തിയത്. കാരണം ഞങ്ങൾ പാകിസ്ഥാനെ ഈ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്, അവരുടെ ഭീകര കേന്ദ്രങ്ങൾ, തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളാണ് ഞങ്ങൾ ആക്രമിച്ചത്. അപ്പം നയതന്ത്ര തലത്തിൽ അന്തർദേശീയമായ ചില ദൗത്യങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ വരും കാലത്ത് യുദ്ധത്തെ പ്രതിരോധിക്കാനൊക്കെ നമുക്ക് ഈ പറയുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് മാറ്റി സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് റാവൽപിണ്ടിയിലെ ഈ ഹെഡ്ക്വാർട്ടേഴ്സ് മാറ്റുന്നത്. ഇതിന് മറ്റൊരു കാര്യങ്ങളുണ്ട്. നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തണമെന്ന് സ്വാഭാവികമായും ബംഗ്ലാദേശ് പറയുന്നുണ്ടായിരുന്നു, ചൈനയുടെ സഹായം തേടുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ചൈന നമ്മുടെ ലാൽ മനോഹർ എയർബേസ് എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ എയർബേസിൽ പുതിയൊരു വിമാനത്താവളം നിർമ്മിക്കാനായിട്ട് പദ്ധതിയിടുന്നു. ഇതിനിടയിലാണ് ഇന്ത്യ ഈ സിലിഗുരി മേഖലയിൽ വലിയൊരു സൈനിക അഭ്യാസ പ്രകടനം നടത്തിയത്. അതായത് വരുന്ന കാലഘട്ടത്തിൽ, പുതിയ യുദ്ധ കാലഘട്ടത്തിലൊക്കെ എങ്ങനെ അത്യന്താധുനിക ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കണം, എങ്ങനെ റോബോട്ടുകളെ ഉപയോഗിച്ച് യുദ്ധമേഖലയിൽ എതിരാളികളെ തകർക്കാൻ പറ്റും,
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമ്മുടെ നിരീക്ഷണം എങ്ങനെ ശക്തമാക്കാം, ആക്രമണവും പ്രത്യാക്രമണവും എങ്ങനെ നടത്താം, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ പരിശീലന പരിപാടി. അപ്പോൾ 3 ദിവസങ്ങളിലായിട്ട് ഇത്തരം ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ നേവിയും ആർമിയും എയർഫോഴ്സും ഉൾപ്പെടുന്ന നമ്മുടെ സൈന്യങ്ങളെല്ലാം തന്നെ അവരുടെ എക്സ് ട്വിറ്ററിലടക്കം പങ്കുവെക്കുകയും കൂടെ ചെയ്തു. ഇത് മനസ്സിലാക്കിയതോടുകൂടി പാകിസ്ഥാൻ വല്ലാത്ത ആശങ്കയിലാണ്. കാരണം ഈ ജലം പുഴയൊക്കെ ഉണ്ടെങ്കിൽ ആ പുഴയ്ക്ക് മേലെ പാലം നിർമ്മിച്ച് അല്ലെങ്കിൽ താൽക്കാലികമായ തടയണയൊക്കെ നിർമ്മിച്ച് അതിന് മുകളിലൂടെ ടാങ്ക് ഓടിച്ചുകൊണ്ട് പോവുക, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കൊണ്ടുപോവുക, കവചിത വാഹനങ്ങൾ ഓടിച്ച് പരിശീലിക്കുക, എന്നിട്ട് വലിയ രീതിയിലുള്ള റോബോട്ടുകളെ ഉപയോഗിച്ചുള്ള ആക്രമണം പ്ലാൻ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്. മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനിൽ പഹൽഗാമിൽ ഉണ്ടായതുപോലെ ഒരു സഡൻ അറ്റാക്ക്, ഒരു സഡൻ പ്രകോപനം ഉണ്ടായാൽ നമ്മൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യും, എങ്ങനെ അതിന് കൃത്യമായി മറുപടി നൽകും, ഇതൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുത്തത്. അപ്പം ആധുനിക നിരീക്ഷണ ഉപകരണങ്ങൾ, നൂതന യുദ്ധക്കളത്തിലെ സാങ്കേതിക വിദ്യകൾ, അതുപോലെ തന്നെ ഹൈ മൊബിലിറ്റി പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഒരു ഗുണം, ഇതെല്ലാം തന്നെ അവിടെ ചർച്ച ചെയ്യുകയും അത് മനോഹരമായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾക്ക് നേരെ എവിടെ നിന്നെങ്കിലും ഒരു ആക്രമണമോ പ്രകോപനമോ ഉണ്ടായാൽ നമ്മൾ ഈ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് അവരോട് പറഞ്ഞു വെക്കുകയാണ്. അതായത് പാകിസ്ഥാനിലുള്ള ഭീഷണി നേരിടാൻ വേണ്ടി തിരുവനന്തപുരം കേന്ദ്രമാക്കി നമ്മളൊരു മാരിടൈം തിയേറ്റർ കമാൻഡ് രൂപീകരിക്കുന്നു. നിലവിൽ രാജസ്ഥാനിലുണ്ട്. അതായത് രാജസ്ഥാനിലെ ജയ്പൂരിൽ നമ്മുടെ എയർഫോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു തിയേറ്റർ കമാൻഡുണ്ട്. ഒപ്പം തന്നെ ലക്നൌവിൽ, അതായത് യു.പിയിൽ നമ്മുടെ കരസേനയുമായി ബന്ധപ്പെട്ട ഒരു തിയേറ്റർ കമാൻഡുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണമോ ഭീഷണിയോ ഉണ്ടായാൽ സംയുക്ത സേനയുടെ പ്രതിരോധമാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തേക്ക് എത്തുകയും വിഴിഞ്ഞവും VSSയും ഉൾപ്പെടെയുള്ള ബഹിരാകാശ കേന്ദ്രങ്ങളുമൊക്കെ തന്നെ ഈ എതിരാളികൾക്ക്, ശത്രു രാജ്യങ്ങൾക്ക് ആക്രമിക്കാൻ സാധ്യതയുള്ള മേഖലകളാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വ്യോമസേനയുടെ തന്നെ ഉപകേന്ദ്രം നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുന്നു. നമ്മൾ ഈ പറയുന്ന മാരിടൈം കമാൻഡോ എന്ന് പറയുന്നത് 3 സേനാ വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നേവിയുടെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ തിയേറ്റർ കമാൻഡ് അതാണ് രൂപീകരിക്കാൻ ലക്ഷ്യമിടുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കൃത്യമായ പദ്ധതികളിലൂടെ, പ്ലാനിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ ആയിട്ടുള്ള നമ്മളുടെ ആക്രമണം, അതിനെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. പക്ഷേ ഇനി ഒരു സംഭവം ഉണ്ടായാൽ അതിനുള്ള നീക്കങ്ങൾ അവർ നടത്തുന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല, S-400 പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിനപ്പുറമാണ് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈൽ. അതുകൊണ്ട് തന്നെ അതിനെ കബളിപ്പിക്കാൻ കഴിയുന്ന, താഴ്ന്നു പറക്കാൻ കഴിയുന്ന ഡ്രോണുകളുമൊക്കെ ആയിട്ട് അവർ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ തിരിച്ചടി പെട്ടെന്നുണ്ടാകുമെന്ന് അവർക്ക് ഭയമുണ്ട്. അതുകൊണ്ടാണ് അസീം മുനീർ ഉൾപ്പെടെയുള്ള സൈനിക തലവന്മാരെല്ലാം തന്നെ കൂടി ആലോചിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായി മറ്റ് ചില നീക്കങ്ങളൊക്കെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം നിലവിലുള്ള അവസ്ഥയെന്ന് പറയുമ്പം ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈലാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ അന്തകനായത്. അതായത് നമ്മുടെ ബ്രഹ്മപുത്ര നദിയിലെ ബ്രഹ്മ, അതുപോലെ തന്നെ റഷ്യയിലെ മോസ്കോ നദിയിലെ മോസ് എന്നീ പദങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന ആയുധം തന്നെ നിർമ്മിച്ചത്. ഇത് അവർക്ക് എത്രത്തോളം നാശം നൽകിയെന്നത് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇനി റാവൽപിണ്ടിയിൽ തങ്ങളുടെ സൈനിക താവളം പ്രവർത്തിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. അതായത് സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ്ലാമാബാദിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ സൈനിക കാര്യങ്ങളും അതുപോലെ തന്നെ ഭരണകാര്യങ്ങളുമൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്ത്രപരമായ നീക്കം നടത്താൻ അത് സഹായകമാകുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പാക് പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് അക്ഷരാർത്ഥത്തിൽ ഏതാണ്ട് പേടിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. ഇനി നയതന്ത്രപരമായ നിലപാടുകളുമായിട്ട് ഇന്ത്യയെ സമാധാനിപ്പിക്കാൻ പറ്റില്ല. കരസേനാ മേധാവിയുടെ ആസ്ഥാന മന്ദിരം പോലും ഇനി റാവൽപിണ്ടിയിൽ വേണ്ട, അവിടെ നിന്ന് മാറ്റാം എന്ന് പറഞ്ഞാൽ കരസേനാ മേധാവി ഇന്ത്യൻ സൈന്യത്തെ കണ്ട് പേടിച്ചോടുകയാണെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമില്ല. ഒരു സേനാ മേധാവി പേടിച്ചോടി എന്ന് പറഞ്ഞാൽ ആ സേനയുടെ ആത്മവീര്യം നഷ്ടപ്പെട്ടു, അവർക്കിനി മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പം 600ഓളം ഡ്രോണുകളെ തകർത്ത് മുന്നേറിയ നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരുടെ അറ്റാക്കുകളെ പ്രതിരോധിക്കാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യ എന്തായാലും പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാകുന്നത് നേരത്തെ എന്ത് സംഭവിച്ചു ആർമി ബേസുകൾക്ക് പാകിസ്ഥാനിലെ, ഇപ്പോൾ എന്ത് സംഭവിച്ചു. ഇതിൽ നിന്ന് പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായി പറയുന്നു, ഞങ്ങളുടെ സൈനിക ശേഷിയുടെ 20% ഇന്ത്യ നശിപ്പിച്ചിട്ടുണ്ട്, ഇനിയൊരു ആക്രമണത്തെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ അമേരിക്കയോട് കാര്യങ്ങളൊക്കെ കുമ്പസരിച്ചിട്ടുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് കാര്യങ്ങൾ കയറി ഇടപെട്ടിട്ട് പറഞ്ഞു, ഇനി പാകിസ്ഥാന് നേരെ ഒരു ആക്രമണം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഉണ്ടായാൽ പാകിസ്ഥാൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും തകരും. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഒരു വെടിനിർത്തൽ
ആവശ്യവുമായിട്ട് ട്രംപ് തന്നെ രംഗത്തേക്ക് വന്നത്. എന്തായാലും ഇന്ത്യയുടെ ലക്ഷ്യം, ഇന്ത്യയുടെ നീക്കം ഇതൊന്നും അവസാനിക്കുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർച്ചയായിട്ട് ചിക്കൻ നെക്കിൽ നമ്മൾ നടത്തിയ സൈനിക പരിശീലനം കൃത്യമായി പാകിസ്ഥാനുള്ള ഒരു വാണിംഗ് ആണ്. അഫ്ഗാനിസ്ഥാൻ്റെ ഒരു പിന്തുണ ചില ഭാഗങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഇപ്പോൾ ബംഗ്ലാദേശും ചൈനയും പാകിസ്ഥാനും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിലിഗുരി മേഖലയിലേക്ക് ഏതെങ്കിലും തരത്തിൽ ബംഗ്ലാദേശിൻ്റെ സഹായത്തോടെ ചൈന കടന്നു വരികയാണെങ്കിൽ അവർക്കും വലിയ തിരിച്ചടി കിട്ടും. ഒപ്പം ഇന്ത്യ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി, ആക്രമണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചില്ല, തുടർ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ സൈന്യം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പാക് കരസേനാ മേധാവിയുടെ ഔദ്യോഗിക വസതി മാറ്റുന്നു, അവിടുത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് റാവൽപിണ്ടിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് മാറ്റുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ പറയുന്ന വ്യോമ താവളങ്ങളടക്കം തന്നെ ഏതാണ്ട് നഗര കേന്ദ്രത്തിനുള്ളിൽ അല്ലെ വളരെ അടുത്ത് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് മാറ്റുന്നു. അങ്ങനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും ഇന്ത്യൻ സേനയെ കണ്ട് ഒളിച്ചോടുന്നു എന്നാണ് പറഞ്ഞു വെക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.